വില്വാതിലൂടെ വടക്കേ താഴ്വരയിലെ ഭാരതപ്പുഴയോരത്ത് പഞ്ചപാണ്ഡവരാൽ പ്രതിഷ്ഠിതമായ മറ്റൊരു ക്ഷേത്രം. ശ്രീപരമേശ്വരൻ കിരാതമൂർത്തിയും വേട്ടേക്കരനുമായുള്ള സങ്കല്പ പ്രതിഷ്ഠാലിംഗങ്ങൾ നിലകൊള്ളുന്ന ക്ഷേത്രം. ശ്രീകോവിലോ ചുറ്റമ്പലമോ ഒന്നും തന്നെയില്ല. അസാമാന്യ വലിപ്പമുള്ളതാണ് ഇവിടുത്തെ ശിവലിംഗങ്ങൾ. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നശിപ്പിക്കപ്പെട്ടതാണത്രേ ഈ ക്ഷേത്രവും. മണ്ണൂർ സ്വരൂപത്തിൻ്റെയാണ് ശരിക്കും ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത്. പക്ഷേ എത്രയോ വർഷങ്ങളായിട്ട് പൂജയൊക്കെ മുടങ്ങി ഒരു മൺകൂന മാത്രമായിട്ട് അവശേഷിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു 8-10 വർഷം മാത്രമായിട്ടാണ് ഒരു നിത്യപൂജ കൊടുത്ത് ആസിറ്റീസ്, അതായത് ആ മൺകൂനയുടെ മുകളിലൊരു ശിവലിംഗം ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു പൂജയോട് കൂടി തുടങ്ങി. കഴിഞ്ഞ ഡിസംബറിലാണ് പുതിയ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ക്ഷേത്രം എന്ന് പറഞ്ഞാലോ, ഇത് കേരളത്തിലെ ഒരുവിധം വലിയ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രത്തിൻ്റെ, അതായത് ശിവലിംഗം അത്രയും ഉയരമുള്ള ശിവലിംഗമാണ് ഇവിടെയുള്ളത്. അതനുസരിച്ച് കാണിപ്പയ്യൂർ തിരുമേനിയോട് സംസാരിച്ചപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വലുപ്പം നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത പ്രദേശത്ത് എവിടെയും ഇത്ര വലിയൊരു ക്ഷേത്രം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ വെച്ച് പഴയ രൂപത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രം അടിയിൽ നിന്ന് കിട്ടിയുള്ള ചില കല്ലുകൾ മാത്രം അതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. അതിൻ്റെ സ്കെച്ചും ഇതൊക്കെ വെച്ച് ഒരു പുതിയ രൂപത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ടാക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് ഈ നാട്ടുകാരെല്ലാവരും. എല്ലാ ശിവക്ഷേത്രത്തിലുള്ള മാതിരി ഒരുവിധം എല്ലാ പൂജകളും ഉണ്ട്. പ്ലസ് രുദ്രാഭിഷേകം ഇവിടെ കഴിക്കലുണ്ട്. അതുപോലെ മഹാമൃത്യുഞ്ജയ ഹോമം, ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് കഴിക്കുന്നത്. വലിയ ഫലം ഉണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസവും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അടുത്ത കാലത്ത് നാട്ടുകാരുടെ ഉദ്യമത്തോടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടു വരുന്നുണ്ട്.